ലോക ഭൂപടത്തിൽ ഒരു ചെറിയ ഇടം മാത്രമാണെങ്കിലും ജിബ്രാൾട്ടർ കടലിടുക്കിന്റെ തന്ത്രപരമായ പ്രാധാന്യം വളരെ വലുതാണ്. യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിൽ ഒന്നാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ ജലപാതയ്ക്ക് ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും തന്ത്രപരമായും നിർണായക സ്ഥാനമുണ്ട്. അന്താരാഷ്ട്ര വ്യാപാരത്തിലും സൈനിക നീക്കങ്ങളിലും ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. വെറും 14 കിലോമീറ്റർ ദൂരത്തിൽ യൂറോപ്പിനെയും ആഫ്രിക്കയും വേർതിരിക്കുന്ന ഈ കടലിടുക്കിൽ ഒരു പാലമോ തുരങ്കമോ നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾ പതിറ്റാണ്ടുകളായി നടക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായി ഇത് മാറുമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഈ സ്വപ്നം ഇതുവരെ യാഥാർത്ഥ്യമാകാത്തത് എന്നത് പലർക്കും ഒരു ചോദ്യചിഹ്നമാണ്. ജിബ്രാൾട്ടർ കടലിടുക്ക് സ്പെയിനിന്റെ തെക്കേ അറ്റത്തുള്ള ടരിഫയും മൊറോക്കോയുടെ വടക്കേ അറ്റത്തുള്ള ടാംജിയാൻ മെഡ് തുറമുഖവും തമ്മിലാണ് ഏറ്റവും കുറഞ്ഞ ദൂരം രേഖപ്പെടുത്തുന്നത്. തെളിഞ്ഞ കാലാവസ്ഥയിൽ ഈ രണ്ട് ഭൂഖണ്ഡങ്ങളെയും പരസ്പരം വ്യക്തമായി കാണാൻ സാധിക്കുന്നത് അവ തമ്മിലുള്ള ദൂരം എത്രത്തോളം കുറവാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കാഴ്ചയിൽ അടുത്തെന്ന് തോന്നുമെങ്കിലും ഈ ജലപാതയുടെ അടിത്തട്ടിന്റെ സങ്കീർണതകൾ ഏറെയാണ്. മെഡിറ്ററേനിയൻ കടലിന്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും കപ്പൽ ഗതാഗതത്തിന് ഇത് നിർണായകമായ ഒരു പാതയാണ്. പ്രതിദിനം ആയിരക്കണക്കിന് കപ്പലുകളാണ് ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നത്. ചരക്ക് ഗതാഗതത്തിന്റെ പ്രധാന കേന്ദ്രമായി ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ, എണ്ണ ടാങ്കറുകൾ, ക്രൂയിസ് കപ്പലുകൾ എന്നിവയെല്ലാം ആശ്രയിക്കുന്നുണ്ട്. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിലും പ്രത്യേകിച്ച് സൂയസ് കനാൽ വഴിയുള്ള ചരക്ക് നീക്കങ്ങളിലും ജിബ്രാൾട്ടർ കടലിടുക്കിന് വലിയ പങ്കുണ്ട്. സാമ്പത്തികമായി ഈ കടലിടുക്ക് ലോക വ്യാപാരത്തിന്റെ ഒരു ലൈഫ് ലൈൻ എന്ന് വിശേഷിപ്പിക്കാം. ദൂരം കുറവാണെങ്കിലും ഒരു പാലമോ തുരങ്കമോ നിർമ്മിക്കുന്നതിന് നിരവധി സാങ്കേതികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. ഈ വെല്ലുവിളികൾ കാരണം ലോകത്തിലെ ഏറ്റവും അഭിലാഷകരമായ എഞ്ചിനീയറിംഗ് പദ്ധതികളിൽ ഒന്നായി ഇത് തുടരുകയാണ്. ജിബ്രാൾട്ടർ കടലിടുക്കിലെ ചില സ്ഥലങ്ങളിൽ 90 മീറ്ററിലധികം ആഴമുണ്ട്. ജിബ്രാൾട്ടർ കടലിടുക്കിലെ ചില സ്ഥലങ്ങളിൽ 900 മീറ്ററിലധികം ആഴമുണ്ട്. ഇത്രയും ആഴത്തിൽ ഒരു പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതോ തുരങ്കം നിർമ്മിക്കുന്നതോ നിലവിലുള്ള സാങ്കേതിക വിദ്യയുടെ പരിധികളെ വെല്ലുവിളിക്കുന്ന ഒന്നാണ്. സമുദ്ര അന്തർഭാഗത്തെ മർദ്ദവും ഭൂമിശാസ്ത്രപരമായ സ്ഥിരതയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അറ്റ്ലാന്റിക്കിലേക്കും തിരിച്ചുമുള്ള ശക്തമായ പ്രവാഹങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളെ ദുഷ്കരമാക്കുന്നു. ഈ പ്രവാഹങ്ങൾ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളെയും തൊഴിലാളികളെയും അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ പൂർത്തിയാക്കിയ നിർമ്മിതിയുടെ ഘടനാപരമായ സ്ഥിരതയും ഇത് ബാധിക്കാം. യൂറോപ്യൻ ആഫ്രിക്കൻ ടെക്ടോണിക് പ്ലേറ്റുകൾ സംഗമിക്കുന്ന ഒരു മേഖലയായതിനാൽ ഈ പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ളതാണ്. ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിർമ്മാണത്തിന്റെ സുരക്ഷയെയും ദീർഘകാല നിലനിൽപ്പിനെയും സംബന്ധിച്ച് ആശങ്കയുണർത്തുന്നു. ഭൂകമ്പത്തെ അതിജീവിക്കാൻ കഴിയുന്ന രൂപകൽപ്പനകൾക്ക് ഭീമമായ ചെലവ് വരും. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിൽ ഒന്നായതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ആഗോള വ്യാപാരത്തെ ദോഷകരമായി ബാധിക്കുകയും വൻ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും. കപ്പൽ ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കാതെ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതും വലിയ വെല്ലുവിളിയാണ്. സ്പെയിനും മൊറോക്കോയും തമ്മിലുള്ള ബന്ധം എല്ലായ്പ്പോഴും സുഗമമായിരുന്നില്ല. ഗിബ്രാൾട്ടറിന്റെ ഭരണപരമായ വിഷയങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ തർക്കങ്ങളും ഇത്തരം വലിയൊരു പദ്ധതിക്ക് രാഷ്ട്രീയമായ തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അന്താരാഷ്ട്ര ഉടമ്പടികളും സുരക്ഷാ പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ദൂരം കുറവാണെങ്കിലും ഇത് കോടിക്കണക്കിന് ഡോളർ ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ്. ഈ ഭീമമായ നിക്ഷേപം കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഇരു രാജ്യങ്ങൾക്കും ഒറ്റയ്ക്ക് ഇത് താങ്ങാൻ കഴിയില്ല. അന്താരാഷ്ട്ര നിക്ഷേപകരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ പദ്ധതിയുടെ സാമ്പത്തിക ലാഭക്ഷമതയെക്കുറിച്ചും ഇത് ഇരു രാജ്യങ്ങൾക്കും എന്ത് പ്രയോജനം ചെയ്യുമെന്നതിനെക്കുറിച്ചും വിവിധ അഭിപ്രായങ്ങളുണ്ട്. തുരങ്കം അല്ലെങ്കിൽ പാലം യാഥാർത്ഥ്യമായാൽ ഉണ്ടാകുന്ന ടോൾ വരുമാനവും വ്യാപാര വർധനവും എത്രത്തോളം മുതൽ മുടക്കിന് ആനുപാതികമായിരിക്കുമെന്ന് ഉറപ്പില്ല. ഒരു വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതിക്ക് മുൻപായി വിശദമായ സാമ്പത്തിക പഠനങ്ങൾ ആവശ്യമാണ്. വർഷങ്ങളായി ഈ കടലിടുക്കിൽ ഒരു സ്ഥിരം ബന്ധം സ്ഥാപിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഒരു പാലത്തേക്കാൾ തുരങ്കത്തിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. കാരണം കടലിന്റെ ആഴം, ശക്തമായ പ്രവാഹങ്ങൾ, ഭൂകമ്പ സാധ്യത എന്നിവ ഒരു പാലം നിർമ്മിക്കുന്നതിന് വലിയ തടസ്സങ്ങളാണ്. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന ചാനൽ തുരങ്കത്തെക്കാൾ സാങ്കേതികമായി സങ്കീർണതയ്ക്കായിരിക്കും ജിബ്രാൾട്ടർ തുരങ്കം എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ചാനൽ തുരങ്കത്തിന് 75 മീറ്റർ മാത്രമാണ് ശരാശരി ആഴമെങ്കിൽ ജിബ്രാൾട്ടറിൽ ഇത് 900 മീറ്ററിലധികമാണ്. ഇത് തുരങ്ക നിർമ്മാണത്തിന് പുതിയ സാങ്കേതിക വിദ്യകൾ ആവശ്യമായി വരുമെന്ന് സൂചിപ്പിക്കുന്നു. എങ്കിലും സാങ്കേതിക വിദ്യയുടെ വളർച്ചയും രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഒരുമിച്ചാൽ ഈ സ്വപ്നം ഒരു നാൾ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ അത് യൂറോപ്പിനും ആഫ്രിക്കയ്ക്കുമിടയിൽ പുതിയൊരു വാതിൽ തുറക്കുകയും സാമ്പത്തികമായും സാംസ്കാരികമായും വലിയ മാറ്റങ്ങൾക്ക് വഴി ഒരുക്കുകയും ചെയ്യും.
ഭാവിയിൽ ലോക വ്യാപാരത്തിലും ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലും ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് എഞ്ചിനീയറിംഗ് രംഗത്തെ ഒരു പുതിയ നാഴികക്കല്ലായി മാറും.